ഹേ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദി ചാനൽ. നിങ്ങൾ റേസിംഗ് ഗെയിംസും ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുമാണെങ്കിൽ ഈ ഒരു സാധനം നിങ്ങൾ കുറേ കാലം മുൻപേ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. ഇതാണ് 10 വർഷമായിട്ട് സിമുലേഷൻ റേസിംഗ് ഗെയിംസ് ഭരിക്കുന്ന ലോജിടെക്കിന്റെ G29 എന്ന് പറഞ്ഞ സ്റ്റിയറിംഗ് വീൽ. ഈ ഒരു റേസിംഗ് വീലും അതിൽ കുറച്ച് ഗെയിംസ് കളിക്കുന്നതിന്റെ ഫുട്ടേജും വെച്ചിട്ട് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു ഗിസ്മോ. എന്തുകൊണ്ടാണ് നമ്മളൊരു 10 കൊല്ലം മുന്നേ 2015 ലോഞ്ച് ചെയ്ത് ഈ ഒരു വീലിനെ പറ്റി ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്? നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ സിം റേസിംഗ് ഫീൽഡിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾ പ്ലേ സ്റ്റേഷനോ അല്ലെങ്കിൽ എക്സ്ബോക്സോ അല്ലെങ്കിൽ ഗെയിമിംഗ് PC ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഗെയിംസ് കളിക്കുന്ന ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരിക്കും. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് ഗെയിംസ് വളരെ ബുദ്ധിമുട്ടാണല്ലോ അല്ലെങ്കിൽ ഗെയിം പാഡിൽ കളിക്കുവാൻ. അപ്പോൾ നമുക്ക് ഇന്ന് ആ ഒരു സിമുലേഷൻ റേസിംഗിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ട് 3 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന്, വളരെ ബേസിക് ആയിട്ട് സ്റ്റാർട്ടിംഗ് ലെവൽ ഒരു ഗെയിം പാഡ്സ് അല്ലെങ്കിൽ അധികം ബ്രാൻഡഡ് അല്ലാത്ത നിത്തോ അങ്ങനെയൊക്കെയുള്ള വളരെ ചെറിയ അധികം ഫീച്ചേഴ്സും ഫോഴ്സ് ഫീഡ്ബാക്ക് അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റാർട്ടിംഗ് റേസിംഗ് വീൽസ്. അതിൽ ഒന്നും നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് പ്രോപ്പറായിട്ട് കിട്ടില്ല. അങ്ങനത്തെ ഒരു കാറ്റഗറിയാണ് സ്റ്റാർട്ടിംഗ് ഉള്ളത്. പിന്നുള്ളത് ഏറ്റവും ഹൈ എൻഡ് ടോപ്പ് എൻഡിൽ നിൽക്കുന്ന ഒരു കാറ്റഗറി, അതായത് ഡയറക്റ്റ് ഡ്രൈവ് വീൽസ്. ഇതാണ് നിങ്ങൾക്ക് സിമുലേഷൻ റേസിംഗിൽ ഏറ്റവും അധികം നിങ്ങൾക്ക് ആ ഡ്രൈവിംഗ് ഫുൾ എക്സ്പീരിയൻസ് തരുന്നത്. ഈവൻ റോഡിൽ കൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു റോഡിൻ്റെ ബമ്പും അല്ലെങ്കിൽ അതിൻ്റെ ടെറൈൻ, അതിൻ്റെ ഫീച്ചേഴ്സ് അത് കംപ്ലീറ്റ് നിങ്ങളുടെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ നിങ്ങൾക്ക് വൈബ്രേറ്റ് ചെയ്തറിയുന്ന ആ ഫോഴ്സ് ഫീഡ്ബാക്കും എല്ലാം നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് കിട്ടുന്ന ഒരു കാറ്റഗറിയാണ് ഡയറക്റ്റ് ഡ്രൈവ് വീൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ മോസ അല്ലെങ്കിൽ ഫനാറ്റിക്, വളരെ പ്രശസ്തമായ കമ്പനീസൊക്കെ അടിപൊളിയായിട്ടുള്ള വീൽസും സിസ്റ്റംസും ഒക്കെ നമുക്ക് ഇന്ന് നൽകുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ പേഴ്സ് ശരിക്കും കാലിയാക്കുന്ന ടൈപ്പ് ഒരു സാധനമാണ്. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫുൾ എക്സ്പീരിയൻസ് കിട്ടാൻ നിങ്ങൾക്ക് അത്ര ഒരു ബഡ്ജറ്റ് ഇല്ലെങ്കിൽ അത്രയൊന്നും സ്പെൻഡ് ചെയ്യാൻ സാധിക്കുകയില്ല. അത്രയ്ക്ക് കോസ്റ്റ്ലിയും എക്സ്പെൻസീവുമാണ് ഡയറക്റ്റ് ഡ്രൈവ് വീൽസ് സിമുലേഷൻ റേസിംഗ് ഗെയിം സിസ്റ്റത്തിൽ. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഗിയർ ഡ്രിവൺ ടൈപ്പ് സിസ്റ്റംസ് ആണ് ഈ ലോജിടെക് G29. അപ്പോൾ ഇത് ശരിക്കും നമുക്കൊരു എഫോർഡബിൾ ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഡെഫിനറ്റ്ലി ഇതിന് പൈസ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണ്. സിമുലേഷൻ റേസിംഗിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ഒരു ബിഗിനറിന് പറ്റിയ ഒരു ബഡ്ജറ്റിലുള്ള ഒരു സ്റ്റിയറിംഗ് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വീലാണ് ലോജിടെക് G29. എല്ലാ രീതിക്കും, അതായത് ബിൽഡ് ക്വാളിറ്റി നോക്കിയാലും കുഴപ്പമില്ലാത്ത ഡ്രൈവിംഗ് എക്സ്പീരിയൻസും ഒരുവിധമുള്ള എല്ലാ ഗെയിംസ് കമ്പാറ്റബിലിറ്റിയും എല്ലാം കൊണ്ട് തന്നെ വളരെ ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ആണ് ഈ ഒരു സ്റ്റിയറിംഗ് വീൽ. അതുകൊണ്ട് തന്നെയാണ് ഇത് 10 കൊല്ലമായിട്ട് സിമുലേഷൻ റേസിംഗിൽ നമുക്ക് കടക്കണമെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനായി മാറുന്നത്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര സർപ്രൈസ്ഡ് ആവും നിങ്ങൾ. അതായത് ഈ പുറമേ കാണുന്ന ഇത് ഫേക്ക് ലെതർ അല്ല, ഇത് ഒറിജിനൽ ലെതറാണ്. വളരെ ഹൈ ക്വാളിറ്റി ലെതറും ബ്യൂട്ടിഫുൾ ലെതർ സ്റ്റിച്ചിങ്ങും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ മാത്രമല്ല, ഇത് പ്ലേ സ്റ്റേഷന് കമ്പാറ്റബിൾ ആയതുകൊണ്ട് നമുക്കിവിടെ കംപ്ലീറ്റ് പ്ലേ സ്റ്റേഷൻസിൻ്റെ ബട്ടൺസും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതിന് പുറമെ നിങ്ങൾക്ക് ഏറ്റവും അധികം നിങ്ങൾ നോട്ടീസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു മെറ്റാലിക് പാഡിൽ ഷിഫ്റ്റേഴ്സാണ്. ശരിക്കും കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഈ ഒരു കോമ്പിനേഷൻ ഓഫ് ലെതർ സ്റ്റിയറിങ്ങും ആ ഒരു ലെതർ കയ്യിലുള്ള ലെതർ ഫീലും ഈ ഒരു മെറ്റാലിക് പാഡിൽ ഷിഫ്റ്റേഴ്സും കൂടെ, ഗിയർ മാറ്റുന്ന പാഡിൽ ഷിഫ്റ്റേഴ്സും കൂടെ കയ്യിൽ ആ ഫീലിംഗ് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശരിക്കും ഒരു റേസിംഗ് ഒരു കാറോ അല്ലെങ്കിൽ ഒരു ലക്ഷൂറിയസ് ഇപ്പോൾ BMW അങ്ങനെ എന്തെങ്കിലും ഒരു സ്പോർട്ടി കാറ് കയ്യിൽ പിടിക്കുന്ന അതേ ഫീല് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു സ്ലൈഡിംഗ് ബട്ടൺ ഉണ്ട്. അത് PS3 PS4 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റം ഈവൻ നിങ്ങൾ ആസ് ഓൾഡ് ആസ് PS3, കാരണം അത് 10 കൊല്ലം മുന്നുള്ള സ്റ്റിയറിംഗ് വീൽ ആയതുകൊണ്ട് PS3 ഗെയിംസ് PS3 സിസ്റ്റത്തിൽ സോണീൻ്റെ പ്ലേ സ്റ്റേഷൻ 3-ലാണെങ്കിലും ഇത് സ്ലൈഡ് ചെയ്ത് അതിനായിട്ട് കമ്പാറ്റബിൾ ആണ്. ഇനി അത് PS4 ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് PS4-ലും കമ്പാറ്റബിൾ ആണ്. എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് PS5-ലും ഇത് കമ്പാറ്റബിൾ ആണ്. പിന്നെ PC പറയണ്ട, PS4-ൽ ഇട്ടാൽ തന്നെ നിങ്ങൾക്ക് PC-യിൽ കളിക്കാൻ പറ്റും. ഈ ഒരു പാഡൽ ഷിഫ്റ്റേഴ്സ് ക്ലിക്ക് ചെയ്യുന്ന കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് മനസ്സിലാവും. ഇതൊന്ന് കേട്ട് നോക്കൂ. അത്ര ഒരു നല്ല ഫീല് തന്നെയാണ് ഇതിൻ്റെ എല്ലാ കോമ്പണൻസും നമുക്ക് തരുന്നത്. ഈ ഒരു ടേബിളിൽ കാണുന്ന ഒരു സാധനം മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ടുള്ളത്. നമ്മളൊരു കാർ ഓടിക്കുമ്പോൾ ഡെഫിനറ്റ്ലി ബ്രേക്ക്, ക്ലച്ച്, ആക്സലറേറ്റർ എല്ലാം വേണം. അപ്പോൾ ഇതിൻ്റെ ഒരു പെഡൽ സിസ്റ്റം കൂടെ നമുക്കുണ്ട്. അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെയും ഒരു ബിൽഡ് ക്വാളിറ്റി നിങ്ങൾ നോക്കുക. പെഡലിൻ്റെ മുകളിലുള്ള മെറ്റീരിയൽ അലൂമിനിയമാണ്. ചവിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് നല്ല രസമുള്ള ഒരു ഫീല് തന്നെയാണ് നമുക്കിതിൽ കിട്ടുന്നത്. ബിൽഡ് ക്വാളിറ്റി ടോപ്പ് നോച്ചാണ്. വേറൊരു കാര്യം പറയേണ്ടത്, നിങ്ങൾ
ബോക്സിൽ ഇത് വർക്ക് ചെയ്യില്ല. G29 എക്സ് ബോക്സിന് വേണ്ടിയാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ 920 എന്ന് പറഞ്ഞ മോഡൽ വാങ്ങണം. അത് സ്പെസിഫിക്കലി സെയിം വീലാണ്, സെയിം കേപ്പബിലിറ്റി എല്ലാമാണ്. പക്ഷേ അതിനോട് എക്സ്ബോക്സിനോട്, മൈക്രോസോഫ്റ്റ് എക്സ്ബോക്സിനോട് കമ്പാറ്റബിൾ ആയിട്ടുള്ള വീല് 920 ആണ്. അപ്പോൾ ആ ഒരു ഗെയിംസിൽ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കുറച്ച് ഫുട്ടേജ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് അതിൽ കൂടെ നമുക്ക് ഈ ഒരു വീലിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയും ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് അതിൽ കൂടെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് വേൾഡ് റാലി WRCൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനമായിട്ട് ഇറങ്ങിയ WRC ജനറേഷൻസ് എന്ന് പറഞ്ഞ റാലി ഗെയിമാണ്. അപ്പോൾ റാലി ഓടിക്കുന്നത് ഈ ഒരു സ്റ്റിയറിംഗ് വെച്ചിട്ട് ഭയങ്കര രസമുള്ളൊരു സംഗതിയാണ്. നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ തന്നെ ഇതിൽ കോ ഡ്രൈവറിൻ്റെ ആ ഒരു വോയിസും പിന്നെ ആ ഒരു എൻജിൻ സൗണ്ടും നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുമ്പോഴുള്ള ആ ഒരു പോപ്സ് ആൻഡ് ക്രാക്കിൾസും എല്ലാം ഭയങ്കര രസമാണ്. ആ ഒരു എൻറ്റയർ റേസിംഗ് എക്സ്പീരിയൻസ് നമുക്കിതിൽ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. Left 5 narrows, into right 5 and caution, left 3 don't cut, and right 3 into left 4 opens, and caution, hard brake, junction, right 1 50, left 4 don't cut 50, caution, left 5 tightens into right 6. ഉണ്ടല്ലേ, ഭയങ്കര രസമല്ലേ ഇത് കണ്ടിരിക്കാൻ തന്നെ. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ ഒരു ഭയങ്കര കേർവ്സൊക്കെ വരുമ്പോൾ നമ്മൾ ആക്ച്വലി സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുമ്പോൾ തന്നെ നല്ല ടൈറ്റാണ് സ്റ്റിയറിംഗ്. അതിനനുസരിച്ച് ആ ഒരു ടൈറ്റ്നെസ്സും ഗ്രിപ്പും ഒക്കെ ഫീൽ ചെയ്യും. പിന്നെ നമ്മളിപ്പോൾ ഈ കോർണറിലൊക്കെ എടുക്കുന്ന പോലെ ബാക്കിൽ ടയർ സ്ക്രീച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു റെസിസ്റ്റൻസും ഒക്കെ നമുക്ക് ഈ സ്റ്റിയറിംഗിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാനും പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞ ഫോഴ്സ് ഫീഡ്ബാക്കിൻ്റെ ആ ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ. ഇനി ഇതിൻ്റെ ഒരു ഗ്രാഫിക്സ് ക്വാളിറ്റി തന്നെ നിങ്ങളൊന്ന് നോക്ക്. ഇപ്പോൾ എൻ്റെ കാർഡ് GeForce RTX കാർഡ് ആയതുകൊണ്ട് തന്നെ ഇതിൽ DLSS നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ റേ ട്രേസിങ് കേപ്പബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഗ്രാഫിക്സൊക്കെ ഭയങ്കര രസമാണ്. റോഡിൻ്റെ ആ ഒരു ടെക്സ്ചറും സൺലൈറ്റ് കാണുന്നത് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ആ ഒരു ഗ്രാഫിക്സ് ക്വാളിറ്റിയൊക്കെ ഭയങ്കര രസം തന്നെയാണ് ഈ ഒരു ഇതിൽ കളിക്കുവാൻ. അപ്പോൾ പല പല ട്രാക്കുകളും പല പല സംഗതികളും ഉണ്ട്. ഞാൻ പിന്നെ ഒരു ഗെയിമിൻ്റെ റിവ്യൂ അല്ല ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഗെയിമിനെ പറ്റി അധികം പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് യൂഷ്വലി കളിക്കുന്ന ഗെയിം ഫോർമുല 1 ആണ്. അപ്പോൾ ഫോർമുല 1 ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണല്ലോ അല്ലേ, ഫോർമുല 1 റേസിങ്. അപ്പോൾ ഫോർമുല 1 റാലിയിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആണ്. നമുക്ക് കാർ ഓടിക്കുമ്പോൾ തന്നെ ഒരു സോർട്ട് ഓഫ് ഒരു ഫീല് കിട്ടും ആ ഗെയിമിൽ. റാലി ഭയങ്കര ഷാർപ്പും പ്രിസൈസും ആയിരിക്കണം നമ്മളെപ്പോഴും. കാരണം ഒരു ചെറിയ മിസ്റ്റേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്റ്റിയറിങ് നമ്മൾ ഏർലി ആയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ വളവിൽ പോയി അടിക്കും, അല്ലെങ്കിൽ ബാക്ക് സൈഡ് തെന്നും. അപ്പോൾ വളരെ അതാണ് കുറച്ചും കൂടി ഒരു ത്രില്ലുള്ളത്. ഫോർമുല 1 വേറെ തന്നെ ഒരു രസമാണ് ഓടിക്കാൻ. സ്പീഡ് കൂടുതലാണ്, പിന്നെ പെട്ടെന്ന് കോർണറും കർവ് എത്തും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം ഏത് റേസിംഗ് ലൈന് പിടിക്കണം എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെ ഞാൻ കുറേ വൈഡായിട്ട് പിടിച്ചത് കൊണ്ട് തന്നെ വളരെ ടൈറ്റായിട്ട് കോർണർ ചെയ്യേണ്ട വന്നു. പിന്നെ ഓവർടേക്കിങ്, പിന്നെ പിറ്റ് സ്റ്റോപ്പ് സ്ട്രാറ്റജി, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റണം. അപ്പോൾ ഇത് 2020 റേസിംഗ് ഗെയിമായിട്ട് പോലും നിങ്ങൾക്ക് കാണാം ഗ്രാഫിക്സൊക്കെ സാമാന്യം തരക്കെട്ടില്ലാത്തതാണ്. പക്ഷേ ഇതിൽ ഡ്രൈവർ ലിസ്റ്റിംഗ് ഒക്കെ കുറച്ച് ഓൾഡാണ് എങ്കിൽ പോലും നല്ല രസം തന്നെയാണ് ഫോർമുല 1 കളിക്കുവാൻ ഈ ഒരു സ്റ്റിയറിംഗ് വീല് വെച്ചിട്ട്. പിന്നെയുള്ളൊരു ഗെയിം, എനിക്കിഷ്ടപ്പെട്ട ഒരു ഗെയിം, ഒരു ആർക്കേഡ് കോളേജ് സ്വഭാവമുള്ള ഒരു ഗെയിമാണ്. ഗ്രിഡ് എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷേ ഭയങ്കര രസമാണ്. ഇതിൻ്റെ ഒരു ഈ ട്രാക്ക് കാറുകളും സൂപ്പർ മറ്റേ ട്യൂണർ കാറുകളും ഒക്കെയാണ് ഇതിലധികവും ഓടിക്കാൻ നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളൊരു കരിയർ മോഡിൽ പോകുകയാണെങ്കിൽ കുറേ ഡിഫറെൻറ്റ് ട്രാക്സും, ചൈന, ജപ്പാനിലെ നമ്മുടെ ഈ ഒരു ഡ്രിഫ്റ്റൊക്കെ ചെയ്യുന്ന ആ ഒരു മലമുകളിലെ ട്രാക്കുകളും അങ്ങനെ ഭയങ്കര രസമുള്ള ട്രാക്കുകൾ നമുക്കിതിൽ കിട്ടും. ഒരു വേറെ തന്നെ ഒരു റാലിയും അല്ല, ഫോർമുല 1 അല്ല, ഒരു ആർക്കേഡ് ടൈപ്പാണ്. അതായത് നമുക്ക് കുറച്ചും കൂടെ ഒരു എൻജോയ് ചെയ്ത് ഒരു കളിക്കുന്ന പോലെ ഒരു ഫീൽ കിട്ടും. ഭയങ്കര റിയലിസം കുറച്ചും കൂടെ കുറയും ഇതിൽ, എങ്കിൽ പോലും ഭയങ്കര രസമാണ് ഗ്രാഫിക്സും. പിന്നെ നമുക്ക് ഈ കാണുന്നത് പോലെ കാറിൻ്റെ ബാക്കിൽ പോയി ബ്രേക്ക് ചെയ്യലും, അപ്പോൾ ആ കാറിൻ്റെ ഒരു ലൈറ്റിങ്ങും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്.
ഗ്രിഡ് എന്ന് പറഞ്ഞ ഗെയിം. ഇത് നിങ്ങൾ ഈ കാണുന്നത് പോലെ ആക്സിലറേറ്ററും ബ്രേക്കിൻ്റെയും തമ്മിലുള്ള ഒരു വളരെ സബ്റ്റലായിട്ടുള്ള ഒരു കാൽക്കുലേഷനും പ്ലേയും തന്നെയാണ് നമ്മുടെ ഡ്രൈവിംഗ് ക്വാളിറ്റി നന്നാക്കുന്നതും നമ്മൾ ഗെയിമിൽ സക്സസ്ഫുൾ ആകുന്നത്. കുറേ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് കിട്ടില്ല. എവിടെ നമ്മൾ ബ്രേക്ക് വണ്ടീൻ്റെ ബാക്കിലെത്തുമ്പോൾ നമ്മൾ ആക്സിലറേറ്ററിന് കാലെടുത്ത് വളരെ സ്മൂത്തായിട്ട് നമ്മൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ അടിച്ച് കയറി പോവുക. അപ്പോൾ അങ്ങനത്തെ ഒരു സ്മൂത്ത് സ്ട്രാറ്റജി നമ്മൾ എക്സ്പീരിയൻസിനനുസരിച്ച് നമ്മൾ കളിക്കുന്നതിനനുസരിച്ച് നമ്മളതിൽ എക്സ്പീരിയൻസ്ഡ് ആവും. ആ ഒരു നമ്മുടെ ഡ്രൈവിംഗ് സ്കില്ലും കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആവുകയും ചെയ്യും ഇങ്ങനത്തെ ഗെയിംസ് കളിക്കുമ്പോൾ. പിന്നെയുള്ള ഞാൻ കളിക്കുന്നൊരു ഗെയിമാണ് അസെറ്റ കോർസ റാലി. അപ്പോൾ ഇതും ഒരു റാലി ഗെയിം തന്നെയാണ്. നേരത്തെ നമ്മൾ കണ്ട WRC ജനറേഷൻസിനെക്കാളും കുറച്ചും കൂടി റിയലിസ്റ്റിക് ആണ് ഈ ഒരു ഗെയിം. നോ റൂം ഫോർ എറേഴ്സ് എന്നുള്ളത് കുറച്ചും കൂടെ ആട്ടി ഉറപ്പിക്കുന്ന ടൈപ്പ് ഒരു ഗെയിമാണ്. വളവൊക്കെ എത്തുമ്പോൾ വളരെ സ്ലോ ആയിട്ട് എടുക്കണം. പിന്നെ കാറുകളും ഒക്കെ കുറച്ചും കൂടെ ഒരു റിയലിസ്റ്റിക് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട് WRCനെക്കാളും. പിന്നെ ട്രാക്കും എല്ലാം കുറച്ചും കൂടെ കുറച്ചും കൂടെ ഒരു റിയലിസ്റ്റിക് എക്സ്പീരിയൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് WRCനെക്കാളും. എങ്കിലും നമ്മളിപ്പോൾ ഒരു സ്ട്രെസ്ഡ് ഔട്ട് ആയിരിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ ഈ ഒരു ഗെയിമിനെക്കാളും WRC കളിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ മിസ്റ്റേക്സ് കുറച്ചും കൂടെ ഫോർഗിവിങ് ആണ് WRC. ഇതിൽ കുറച്ചും കൂടെ നമ്മൾ ഒരു വളരെ ശ്രദ്ധിച്ച് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് കൈയൊക്കെ നല്ല ടൈറ്റൻ ചെയ്ത് വളരെ പ്രിസൈസായിട്ട് ഓടിക്കേണ്ടി വരും. എങ്കിലും അതുതന്നെയാണ് ഈ ഒരു റേസിംഗ് വീല് വെച്ചിട്ട് ലോജിടെക്കിൻ്റെ വീല് വെച്ച് നമുക്ക് ആ ഒരു ഡ്രൈവിംഗ് ത്രില്ല് നമുക്കിതിൽ കിട്ടുന്നത്. നിങ്ങൾ വിചാരിക്കുക എന്തിനാണ് ഇതൊക്കെ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടൊരു സാധനം വാങ്ങിച്ച് ഗെയിം കളിക്കുന്നത്, ജോയ്സ്റ്റിക്കിൽ കളിച്ചാൽ പോരെയും. പക്ഷേ നിങ്ങൾ ഈ ഒരു ഗെയിം കളിക്കുന്ന ഒരു സമയത്ത് തന്നെ നമുക്കിതിൽ ഫോഴ്സ് ഫീഡ്ബാക്ക് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു രസം, ആ ഒരു ത്രില്ല്. നമ്മളിപ്പോൾ ഒരു കോർണറിലേക്കൊക്കെ നമ്മൾ ഹൈ സ്പീഡിൽ നമ്മൾ കോർണർ ചെയ്തുകൊണ്ട് തിരിക്കുകയാണ്. ആ ഒരു സമയത്ത് ചില സമയത്ത് നമ്മുടെ വണ്ടീൻ്റെ ബാക്ക് പാളിക്കഴിഞ്ഞാൽ ഈ വീല് ലൈറ്റ് ആവാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് പിക്ചറിൽ നമുക്ക് വീഡിയോയിൽ ഗെയിമിൽ ഈ ഒരു കാറ് സ്ലൈഡ് ചെയ്യുന്നത് മുന്നേ തന്നെ ഈ ഒരു ഫീല് നമുക്ക് വീലിൽ ആ വൈബ്രേഷനും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ വീലിൽ കിട്ടും. അപ്പോൾ തന്നെ നമ്മുടെ ഗെയിമിൽ ഈ ഒരു വണ്ടി ഓവർ സ്റ്റിയർ ആവുന്ന ആ ഒരു വിഷ്വലും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ കാണുമ്പോൾ തന്നെ നമുക്ക് ആക്ച്വലി ആ ഒരു ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ടു എ സർട്ടൻ എക്സ്റ്റെൻഡ് പോസിബിൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ഈ ലോജിടെക്കിൻ്റെ G29 സ്റ്റിയറിംഗ് വീൽ റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, റേസിംഗ് ഭ്രാന്തനായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ടിനെ ഇതൊന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് ജുനൈദ് സൈനിങ് ഓഫ് ഫ്രം ദിസ് മോർണിംഗ്.